എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ പ്രാധാന്യം വെളിവാക്കുന്നുണ്ട്. കോടതി വിധികളുടെ പിൻബലത്തിൽ നിയമനം നടപ്പാക്കാനുള്ള സർക്കാർ നീക്കങ്ങളെ എതിർക്കുന്ന മാനേജ്മെന്റ് വിഭാഗങ്ങളെയും സമരങ്ങളെയും ശക്തിയുക്തം നേരിടുന്ന ഉറച്ച നിലപാടാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ തസ്തികകൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പുറപ്പെടുവിച്ച സുപ്രധാന വിധികളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ സർക്കാർ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. 2021 ഈ കേസുകൾ പരിഗണിക്കപ്പെടുകയും സുപ്രധാനമായ വിധി പുറത്തുവരികയും ചെയ്തത്. കോടതി വിധി അനുസരിച്ച് പ്രവർത്തിക്കാനാകൂ എന്ന അടിസ്ഥാന തത്വമാണ് മന്ത്രി എടുത്തു പറയുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ നിലവിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ നിയമപരമായ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി ശക്തമായി പ്രഖ്യാപിച്ചു. വിധി എതിരാണെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് മാനേജ്മെന്റുകൾ ചെയ്യേണ്ടത്, അല്ലാതെ സർക്കാരിനെ പഴിക്കുകയല്ല വേണ്ടത്. NSS മാനേജ്മെന്റിന് മാത്രമാണ് നിയമന അംഗീകാരത്തിന് പ്രത്യേക അനുവാദം ലഭിച്ചത്. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും ലോ സെക്രട്ടറിയുടെയും നിയമോപദേശം നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നൽകുന്ന പട്ടികയിൽ നിന്നും മാനേജ്മെന്റുകൾ നിയമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമന അംഗീകാരം നൽകുക മാത്രമാണ് വകുപ്പ് ചെയ്യുന്നത്. അതിനാൽ നിയമനം നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വാദം അടിസ്ഥാനരഹിതമാണ്.